ഈ മാസത്തിന്റെ ആദ്യത്തെ സഭാരാധനയായി 4ാം ദിവസം സന്തോഷത്തോടെ ജയോത്സവം നമ്മെ കർത്താവ് കൊണ്ടുവന്ന അപ്പച്ചന്റെ വലിയ സ്നേഹത്തിന് 1000 നന്ദി കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഈ 4ാമത്തെ ഈ മാസത്തിന്റെ ഈ 8ാമത്തെ മാസത്തിന്റെ ആദ്യത്തെ സഭാരത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് കർത്താവ് മാനിക്കട്ടെ. നമ്മുടെ വാത്സല്യ സന്ധ്യ സിസ്റ്ററുടെ അമ്മയുടെ ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന് ആ സഹോദരന്റെ മാതാവിന്റെ വേർപാട് നിമിത്തം ആ സഹോദരിക്കോ കുഞ്ഞുങ്ങൾക്കോ ആരാധനയ്ക്ക് സംബന്ധിപ്പാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചില ദൈവമക്കൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് അവിടെ പോകുവാൻ തക്കവണ്ണം അവസരമൊരുക്കി ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ദൈവത്തിന്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ 7 പേർ ചികിത്സയുടെ ബന്ധത്തിൽ നാട്ടിൽ കടന്നുപോയി. കുഞ്ഞിനെ ഓർത്തുകൾ പ്രാർത്ഥിക്കുന്നുവല്ലോ. ദൈവം അവനെ ആദരിക്കട്ടെ. ഇന്ന് രാവിലെ സമയം കടന്നു വന്ന് എല്ലാവരെയും ഒരു പ്രാവശ്യം ഫോൺ ചെയ്യുന്നു. പ്രിയ നമ്മുടെ റേവന്റെ ചാനൽ ഇന്ന് രാവിലെ നമ്മുടെ ഒപ്പമാനത്തക്കവർ കടന്നു വന്നു. തനിക്ക് യാത്ര വരേണ്ട വലിയ ക്ലേശമുണ്ടെങ്കിലും ദൈവാത്മാവ് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരെ സ്വാഗതം കർത്താവ് ആദരിക്കട്ടെ. എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായിട്ട് കർത്താവ് ആദരിക്കട്ടെ എന്നുള്ള നിറനികൃതയുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദൈവദിനത്തിന്റെ കേൾവിക്ക് വേണ്ടി നമുക്ക് മുമ്പോട്ട് ഗമിക്കാം. പരിശുദ്ധ പിതാവ് നമ്മെ ഈ മാസം ശക്തമായിട്ട് കർത്താവ് മാനിക്കട്ടെ. നമുക്കറിയാം വയനാട്ടിന്റെ പ്രദേശത്ത് നമ്മൾ സംശുദ്ധങ്ങളായ സഹോദരി സഹോദരന്മാർ, സമ്പന്നന്മാരും ബിസിനസ്സുകാരും നല്ല മഹിമയുള്ളവരുമായ ശ്രേഷ്ഠന്മാരായ എല്ലാവരെയും പ്രശംസിപ്പാൻ മാനുഷിക തലത്തിൽ കരുത്തുള്ളവരായിരുന്നു. ഒഴുക്കിൽപ്പെട്ട് അവരുടെ ശരീരം പോലും തിരിച്ചു ലഭിക്കാൻ കഴിയാത്ത രീതിയിൽ നേരെ വേദനകൾ അനുഭവിക്കുന്ന കാര്യം നമ്മൾ കണ്ണീരോടുകൂടിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ആ വാർത്തകൾ കാണുവാനും അത് കേൾക്കുവാനും ഇടയാക്കിത്തീർത്തത്. സ്തോത്രം. അത് ഒരിക്കൽ പോലും ആ ദുഃഖം അല്ലെങ്കിൽ ആ വേദന മായ്ക്കുവാൻ കഴിയാത്തതല്ല. അത് മുറിവ് എപ്പോഴും മുറിവാണ്. ദൈവം അങ്ങനെയുള്ള ഒറ്റപ്പെട്ടവരെ രക്ഷപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഉറ്റവരെ ഉടയവരെ ഓർത്ത് കണ്ണിലൊടുക്കുന്നവരെ കർത്താവിന്റെ ആശ്വാസം വയ്ക്കട്ടെ. ഇനിയൊരു ദുരന്തങ്ങൾ വരാതെ വണ്ണം കർത്താവ് നമ്മുടെ രാജ്യത്തെ ദേശത്തെ അവയെ പരിപാലിക്കട്ടെ എന്ന് നമുക്ക് വീണ്ടും ദൈവസഭയെ പ്രാർത്ഥിക്കാം. എന്നാൽ വേർപെട്ട കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഇതെല്ലാം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നോവിന്റെ ആരംഭം എന്നാണ് വിശുദ്ധ ബൈബിൾ. ഭൂകമ്പങ്ങളും മഹാമാരികളും നാശങ്ങളും നഷ്ടങ്ങളെല്ലാം അവിടെവിടെകളായിട്ട് വരുമ്പോൾ ഓർത്തോണം ഇത് ഒരു ദൈവത്തിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പലവാക്കാണ്. ദൈവമുണ്ടോ? ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് മനസാക്ഷിയില്ലയോ? ദൈവം എന്തിനെ കാണിച്ചെന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന പലരുമുണ്ട്. അവർക്ക് മാനുഷ്യമായിട്ട് നമുക്കൊരിക്കലും മറുപടി ആ ദുഃഖ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പുസ്തകം വചനം പറഞ്ഞു ഭൂമി പൊടുവിടാൻ അടുത്ത് കിടുകിടായിട്ട് കീറുന്നു എന്ന് വചനം പറയുന്നു. ശബ്രവാൻ പറഞ്ഞ ഭൂമി എന്ത് ചെയ്യാ? പൊടുപിടുപിടായി പൊട്ടുകയാണ്. കിടുകിട എന്ത് ചെയ്യാ? കീറുന്നു എന്ന ദൈവജനത്തിന്റെ അവസ്ഥയാണ്. അതിനെ മാറ്റാൻ പറ്റുമോ? അതിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് വചനത്തിന്റെ പരിജ്ഞാനമുള്ളവർ ഓർത്തോണം. നമ്മൾ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി അല്പം കൂടി കർത്താവിനോട് അടുത്തിരിക്കണമെന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളോട് ഈ വിഷയത്തെ ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം എല്ലാവരെയും ആനന്ദജ്ഞാനത്താൽ നിറയ്ക്കട്ടെ എന്ന് ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വെളിപ്പാടിലേക്ക് ദൈവവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സ്തോത്രം. 2 രാജാക്കന്മാരുടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 12ാമത്തെ അധ്യായത്തിന്റെ 32ാമത്തെ വാക്യവും 33ാമത്തെ വാക്യവും നമുക്ക് വായിക്കണം. അതിനുശേഷം 12ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ടാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ദൂത്. എങ്കിൽ അത് ഞാൻ വായിക്കട്ടെ. 12ാം അധ്യായത്തിന്റെ 15ാമത്തെ വാക്യത്തിന്റെ ബി പാർട്ട് ആദ്യം വായിച്ചു. 2 രാജാക്കന്മാർ അതിന്റെ 12ാം അധ്യായത്തിന്റെ 15ന്റെ ബി പാർട്ടിനകത്ത് ഞാൻ തന്നെ വായിക്കാം. സ്തോത്രം. നെബാത്തിന്റെ മകനായ യോരാബിനോട് അരുളിച്ചെയ്ത വചനം നിവൃത്തിയാക്കേണ്ടതിന് ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു എന്ന വാക്ക് ഒന്നുകൂടെ പറഞ്ഞ. ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ
സംഭവിച്ചു എന്ന കാര്യം നാം ഇന്ന് രാവിലെ പഠിക്കാൻ പോവുകയാണ്. അത് വിശാലമായിട്ടൊരു പഠനത്തിന് ഞാൻ ഇന്ന് രാവിലെ മുതിരുന്നില്ല. പക്ഷേ ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളത് ദൈവജനത്തിന്റെ വ്യവസ്ഥയായതുകൊണ്ട് അത് ഞാൻ അങ്ങനെ തന്നെ ശുശ്രൂഷിപ്പൻ കർത്താവ് നാമത്തിൽ ശരണപ്പെടുകയാണ്. സ്വന്തം ഇനി 12-ാം അധ്യായം 22-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് വരാം. 12-ാം അധ്യായത്തിന്റെ 22 മുതൽ ഒന്ന് വായിച്ചു. എന്നാൽ ദൈവപുരുഷനായ ശമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ ശലോമോന്റെ മകനായ യെഹൂദാ രാജാവ് രെഹബെയാമിനോടും യെഹൂദയോടും ബെന്യാമീന്റെയും സകല ജനത്തോടും ശേഷം ജനത്തോടും പറക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്, ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുകയും ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യഹോവയുടെ കൽപ്പന പ്രകാരം മടങ്ങിപ്പോയി. ഒരു സ്തോത്രം ചെയ്യാമോ? ഈ കാര്യം പറഞ്ഞാട്ടെ, ഈ കാര്യം യഹോവയുടെ ഹിതത്താൽ ഉണ്ടായി എന്ന വാക്ക് നമ്മൾ ബോധ്യപ്പെടണം. സംഭവിച്ചു, ദൈവഹിതത്താൽ സംഭവിച്ചു എന്ന വാക്ക്. ഈ മാസം ഇനി വായിച്ചേ 12-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ. 12-ാം മാസം 15-ാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു. അപ്പൊ 8-ാം മാസം 15-ാം തീയതി എന്ന പദം വരാഗതിയാണ്. ഞാൻ ആ വാക്ക് 32-ാമത്തെ വാക്യം വായിച്ചത്. പക്ഷേ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വാക്യമല്ലാതെ, അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. എന്നാൽ അതിനകത്തൊരു ഹിസ്റ്ററി മാത്രം പറഞ്ഞിട്ട് ഈ കാര്യം യഹോവയെ സംഭവിച്ചു എന്ന വാക്ക് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വാക്ക്. അപ്പൊ 8-ാമത്തെ മാസം 15-ാം തീയതി ഉത്സവം യഹോശാഫാത്ത് ആരംഭിച്ചു. നമുക്കറിയാം ദൈവദിനത്തിന്റെ വെളിപ്പാടനുസരിച്ചാണെങ്കിൽ ഈ 12-ാം അധ്യായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞാൽ 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചത് ശൗലായിരുന്നു. അടുത്ത രണ്ടാമത്തെ 40 ഇസ്രായേൽ മക്കളെ ഭരിച്ചത് ദാവീദാകുന്നു. അടുത്ത 40 വർഷം ഇസ്രായേൽ മക്കളെ ഭരിച്ചത് ശലോമോനാണ്. അങ്ങനെ 140 സമം 120. അപ്പൊ 120 വർഷം ശൗലും ദാവീദും ശലോമോനും ഭരിച്ചു. പക്ഷെ ശലോമോന്റെ കാലഘട്ടം കഴിഞ്ഞ് അടുത്ത കാലഘട്ടം വന്നപ്പോൾ ശലോമോന്റെ അടുക്കൽ ദേശത്തിലെ ജനങ്ങൾ വന്ന് വിളിച്ചു ഒരു വാക്ക് പറഞ്ഞു. അപ്പന്റെ കാലത്ത് അല്പം കട്ടിയായിരുന്നു. അപ്പന്റെ കാലത്ത് എന്തുണ്ടായിരുന്നു? അല്പം കട്ടിയായ മുമ്പോട്ടുള്ള പോക്കായിരുന്നു. ആ കട്ടിയായ മുമ്പോട്ടുള്ള പോക്കിൽ നിന്നും നിന്റെ കാലം വരുമ്പോൾ എന്ന് പറഞ്ഞ് ശലോമോന്റെ മകനായ രെഹബെയാമിന്റെ കാലം വന്നപ്പോൾ രെഹബെയാം വന്ന സമയത്ത് രെഹബെയാമിന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ കട്ടി ഒന്ന് കുറച്ച് തരാമോ എന്ന് ചോദിച്ചു. അവ കട്ടിയൊന്ന് കുറച്ച് തരാമെന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ കട്ടി കുറച്ച് തരാമെന്ന് ചിന്തയിൽ എനിക്ക് 3 ദിവസത്തെ അവധി തരണമെന്ന് പറഞ്ഞു. അപ്പൊ 3 ദിവസം കൊണ്ട് ആദ്യം പോത് പട്ടണത്തിലെ പ്രായമുള്ള വൃദ്ധന്മാരായ മൂപ്പന്മാർ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ജനങ്ങൾ ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്. അപ്പന്റെ കാലത്ത് അല്പം കട്ടിയായ നിയമങ്ങളായിരുന്നു. നിന്റെ കാലം വരുമ്പോൾ അത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പന്മാരായ പ്രായമുള്ളവർ പറഞ്ഞു, ശരിയാണല്ലോ, നിന്റെ കാലത്ത് വന്ന പ്രശ്നത്തിന് അല്പം കട്ടി കൂടുതൽ, നിന്റെ അപ്പന്റെ കാലത്ത് കട്ടിയുള്ള പ്രശ്നമാകുന്നു. ഒരു കാര്യം ജനത്തിന് ഒരു അയവ് കൊടുക്കാൻ പറഞ്ഞു. ജനത്തിന് അയവ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പൻ രെഹബെയാം പറഞ്ഞു, രെഹബെയാമിന്റെ മൂപ്പന്മാർ പറഞ്ഞു, അത് തന്നെ നല്ലതാണ്. അപ്പോൾ നല്ലതെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി അത് നല്ലതാണെന്ന്. അപ്പോ പെട്ടെന്ന് ശലോമോൻ രെഹബെയാം അവിടെ നിന്ന് എവിടെ പോയി? യൗവനക്കാരെടുക്ക പോയി. ഞാനിത് ഒരു ദൂത് പറയാൻ കഥയാണ്. ഞാൻ ഇപ്പണം പറഞ്ഞ കാര്യം. ചെറുപ്പക്കാരൻ ദേശത്തിലെ തന്റെ കൂടെ പഠിച്ചവരോട് കളിച്ചവരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞിടാ, ഇങ്ങനെയാണ് ദേശത്തിലെ ആൾക്കാർ പറയുന്ന ഒരു കാര്യം ചെയ്യും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി പറഞ്ഞ വാക്ക്, നീ ഒരു കാര്യം ചെയ്യും, അവർ പറഞ്ഞ വാക്കൊന്നും കേൾക്കരുത്, നിനക്ക് നിന്റേതായ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈൽ അനുസരിച്ച് നീ പറയണം, അപ്പന്റെ ആരാ എന്റെ ചെറുക്കുട്ടി, അപ്പനവരെ ബന്ധിപ്പിച്ചുവെങ്കിൽ ഞാൻ അവരെ തേടുകൊണ്ട് ബന്ധിപ്പിക്കുന്നു പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ അപ്പനെ കാട്ടി അല്പം കട്ടി കൂടുതലാണ്. അപ്പോഴേക്കും ജനത്തിന്റെ അകത്ത് ചഞ്ചലിപ്പുണ്ടായി. ചഞ്ചലിച്ചുണ്ടായപ്പോൾ ദേഷ്യം രണ്ടായി.
12 ഗോത്രം, ഒരു 12 ഗോത്രത്തിൽ 10 ഗോത്രം അവയെ മാറി, അടുത്ത 2 ഗോത്രം മാറി. അതിനകത്ത് രഹബയാം യഹൂദ ദേശത്തിന്റെ രാജാവായി വന്നു. രഹബയാം യൊരെബയാം സ്തോത്രം ഇസ്രായേൽ രാജാവ് വന്നു. അവൻ 17 വർഷം രഹബയാം വർക്ക് ചെയ്തു. യൊരെബയാം 22 വർഷം ഭരിച്ചു. ഇതാണ് അങ്ങനെ 2 ആയി വിഭാഗിച്ചതിന് ഒരു ക്രിസ്ത്യാനിയുടെ വന്ന വാക്ക്. ഞാൻ അതിന് പ്രസംഗിക്കാൻ തക്കവണ്ണമില്ല ആഗ്രഹിക്കുന്ന വാക്ക്. പക്ഷെ ഇതെല്ലാം വന്നപ്പോൾ ഒരു ചോദ്യമുള്ളത്, ഇതെന്താ ഇതിനൊക്കെ കാരണമെന്ന് വെളിപ്പാട് വന്നപ്പോൾ പരിശുദ്ധാത്മ വാക്കാതെ ഇതെല്ലാം ആര് ഹിതത്താൽ സംഭവിച്ചു? കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും ഇതെല്ലാം ആരാ സംഭവിച്ചു? ഉറക്കെ പറഞ്ഞേ. അല്പം ദണ്ഡനം കൂടി എന്തിനു വേണ്ടിയാ? ദൈവഹിതത്താൽ സംഭവിച്ചു എന്ന് പറയണം. പറഞ്ഞേ. ഞാൻ ഓർത്തു എന്റെ കാലം വരുമ്പോ, എന്റെ കുഞ്ഞുങ്ങളുടെ കാലം വരുമ്പോ അല്പം ഒരു അയവുണ്ടാകും, അല്പം ഒരു ആശ്വാസം ഉണ്ടാകും, അല്പം ഒരു സമാധാനം ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കാലം കഴിഞ്ഞു, കുഞ്ഞുങ്ങളുടെ കാലം വന്നപ്പോൾ പ്രശ്നത്തിന് ശക്തി കൂടി, പ്രശ്നത്തെ തട്ടി കൂടിയപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇത് ദൈവഹിതത്താൽ സംഭവിച്ചതാകുന്നു. ഈ രാവിലെ എന്നെ കേൾക്കുന്ന ദൈവസഭയോട് ദൈവജനത്തോട് പരിശുദ്ധാത്മൻ പറയാ, അത് നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല പ്രശ്നം കൂടി വരുന്നത്. പക്ഷെ രാവിലെ പറയാ ദൈവഹിതമാണ് നിറവേറണം. കരവരിച്ചു നാം പറയാമോ? ദൈവഹിതമാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. ദൈവഹിതമനുസരിച്ചുണ്ടായ ഒരു ദൈവഭദ്ര സമയത്തോട് അതിൽ വിജയം കണ്ട് മടങ്ങിവരത്തുള്ളൂ, പരാജയം കണ്ട് മടങ്ങിവരത്തില്ല. പ്രശ്നം കണ്ട് അവൻ ഓടിപ്പോകുകയല്ല, പ്രശ്നത്തിനകത്ത് അവൻ വിജയം കണ്ട് മടങ്ങിവരത്തുള്ളൂ. ഈ കാര്യം പറഞ്ഞു, ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. അപ്പൊ ഈ മാസം നമ്മൾ പറയേണ്ട എന്താ? പറ ജേസു, പറ എന്താ? ഇതെല്ലാം വന്നതെല്ലാം ദൈവഹിതത്താൽ വന്നതാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയാം, ഹൃദയം കൊണ്ടോ നാവ് കൊണ്ടോ ഒരു പെറുപെറുപ്പൊരു ശബ്ദം ദയവായിട്ട് എന്ത് ചെയ്യരുത്? ഈ മാസം, ഈ 8-ാം മാസം പറയരുത്. എന്തിനാ പറയാൻ കാര്യം? ചില മേഖലയ്ക്കകത്ത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില കട്ടിയായ പ്രശ്നങ്ങൾ വരുമ്പോൾ, ദണ്ഡനങ്ങൾ വരുമ്പോൾ, തേടുകൊണ്ട് കുത്തുന്ന വിഷയം വരുമ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ പരിഹാസ വിഷയമായി പോകുമോ? ഞാൻ അവിടെ ക്ഷീണിച്ചു പോകുമോ? ഞാൻ അവിടെ താഴു പോകുമോ എന്ന് സ്വാഭാവികത ഇല്ല. അവിടെ നടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യൻ ഉയർത്തി കടന്നു വരുമെന്ന് ദൈവഹിതം അനുസരിക്കുന്നവരെ മനസ്സിലാക്കണം. കരമടിച്ചൊരു സ്തോത്രം പറയാ. അവർ ദൈവം സമ്മതിക്കയില്ല, രക്ഷിക്കുവാൻ ദൈവം സമ്മതിക്കയില്ല, രക്ഷിക്കുവാൻ ദൈവം സമ്മതിക്കയില്ല, രക്ഷിക്കുവാൻ ദൈവം സമ്മതിക്കില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ രാത്രി ചിന്തിച്ചൊരു വാക്യം, 2 തീമോഥെയോസ് ലേഖനം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് 2-ാമത്തെ വാക്യം കൂടി വായിച്ച് 1-ാമത്തെ വാക്യം, 2 തീമോഥെയോസ് 1-ാമത്തെ വാക്യം വായിച്ച ശേഷം 2-ാമത്തെ വാക്യം വായിച്ചേ. വായിച്ചു. പെട്ടെന്ന് വായിച്ചു. ഒന്ന്, ദൈവഹിതം അന്വേഷിക്കാത്തോ നമുക്ക് എന്ത് ആവശ്യമാണ്? നിർവ്യാജ വിശ്വാസം, ആവശ്യമാണ്. നിർവ്യാജ വിശ്വാസം ആവശ്യമാണ്. അടുത്ത വായിച്ചോ. ആ വിശ്വാസം മേളത്തിൽ വാക്കുണ്ടായത് 2 പദവിക്ക് വേണം. നിർവ്യാജ വിശ്വാസവും നിർമ്മല മനസാക്ഷി. താങ്ക്. ഒന്ന് നിർമ്മല മനസാക്ഷി, 2 നിർവ്യാജ വിശ്വാസം. ഈ നിർമ്മല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസം, ഈ 2 കാര്യം നമ്മുടെ അകത്ത് വരുമ്പോൾ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഇത് 2 ഇല്ലാതെ കുഴഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ അത് നമുക്ക് ചില പെറുപെറുപ്പുകളും ചില
വിശ്വാസത്തിനകത്ത് ചില തണുപ്പും വന്ന് പതിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് 2:1 വായിച്ചോ. എന്റെ മകളെ, എന്റെ മകനെ എന്നൊക്കെ പറഞ്ഞു. എന്റെ മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ നീ ശക്തിപ്പെട്ടാ മതി. ഒന്നുകൂടി എല്ലാം ചേർന്ന് പറയാമോ? വേറെ വാക്കിയില്ല. ആദ്യത്തെ എന്റെ മകളെന്ന് പറ. എന്റെ മകനെ, എന്റെ മകനെ എന്ന് മകൾ, എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ തിരുഹിതം നമുക്ക് നിറവേറുന്നവരെ നിന്നെ ആടിപ്പിക്കാൻ പിശാച് മനുഷ്യനും അതിന്റെ കുരുക്കിൽ ഒപ്പിച്ച് കയറി വരുമ്പോൾ അത് നീ ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിന്റെ കൃപയിൽ നീ ശക്തിപ്പെട്ടിരുന്നോളൂ. കാര്യം നീ ശക്തിപ്പെടുന്നെങ്കിൽ മാത്രമേ അവയെ എനിക്ക് നിന്റെ ദൈവത്തെ നിറവേറാൻ പറ്റുകയുള്ളൂ. ഇതിൽ അവനെ ശീലിച്ചു പോകരുത്, അവൻ തളർന്നു പോകരുത്, അവൻ മടുത്തു പോകരുത്. അവന്റെ കൃപയിൽ ശക്തി പ്രാപിക്കണം. അപ്പൊ ഒന്ന് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം തിടുക്കത്തിൽ വായിച്ചു. 2-ാമത്തെ വാക്യം. വായിച്ചോ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരം. അതാ ദൈവദൃശ്യ വാക്കാണ്. നിർമ്മല മനസ്സാക്ഷിയും നിർവ്യാജ വിശ്വാസവും അകത്തുണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുക. സ്വന്തം പറയാമോ? അവ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് മനസ്സ് പുതുക്കുവാനും രൂപാന്തരം പ്രാപിക്കുവാനും കഴിയും. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ചെയ്യാതെ വണ്ണം ദൈവഹിതത്തിന് വിധേയപ്പെടാതെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡൗൺ ആയി പോകും. നമ്മളിങ്ങനെ താഴോട്ട്. അപ്പോഴേക്കും ചില ചോദ്യങ്ങൾ നമ്മുടെ അകത്തുനിന്നും ഇങ്ങനെ പൊങ്ങി വരും. സ്വത്രം നമ്മൾ അറിയാതെ ചോദ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് അർത്ഥാത് നീ മിസ്രൈമിൽ നിന്നും മുന്തിരി വഴിയിൽ വന്നു ജാതികൾ എന്ത് ചെയ്തു? നീക്കി. അപ്പോഴേക്ക് എനിക്ക് എന്തായി? മുന്തിരി വള്ളിക്ക് എന്തായി? എനർജിയായി, സന്തോഷം. ഇപ്പോൾ ഞാൻ ദൈവം മാത്രമുള്ളൂ, സേഫ്, നല്ല സേഫ് സോണിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നോ പ്രോബ്ലം എന്ന ചിന്ത വന്നു. കുറച്ചു കഴിഞ്ഞ് പറഞ്ഞേ, വേലി കെട്ടിയ കർത്താവ് വേലി ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. വേലി പൊളിഞ്ഞപ്പോൾ ആര് വരുന്നു? കാട്ടുമന്നി. മനസാക്ഷി മരവിച്ച മൃഗമാണ് കാട്ടുമന്നി വന്നു. അത് വന്ന് എവിടെ വരും? നേരെ ഉച്ചൊരു പോക്കുണ്ട് എങ്ങോട്ടാ? അതിന് തായ്വേര് ലക്ഷ്യമാക്കിയൊരു കുതുപ്പുണ്ട്. അടിക്കകത്തിരിക്കുന്ന തേജസ് അതിലേക്ക് വളർച്ചയിരിക്കാൻ തക്കവണ്ണമുള്ള ആ തായ്വേരിനെ കൊത്തിയെടുത്ത് ദൂരെ കളയാൻ. എന്നിട്ട് എന്ത് ചെയ്യും? കാട്ടുമൃഗത്തിന് കൊടുക്കും, അനുവാദിക്കാൻ കൊടുക്കും. നിങ്ങൾ പറ, എന്ത് തോന്നും? പക്ഷെ യശയ്യാ പ്രവാചകന്റെ അകത്ത് ഇങ്ങനെ വാക്കിടപ്പുണ്ട്. അത് വെട്ടിക്കളഞ്ഞാൽ, ഏതാ നട്ടവൃക്ഷം വെട്ടിക്കളഞ്ഞാൽ അതിന്റെ അടിയിൽ എപ്പോഴും ദൈവം ഒരു പേര് എന്തെയും കാട്ടുമൃഗം കാണാതെ, പന്നി കാണാതെ, അവരെ മണം തൊടാതെ വണ്ണം ദൈവം എപ്പോഴും ഒരു പേരിനെ ദൈവം മാറ്റി വെക്കും. ഒരു സുപ്രഭാതത്തിൽ അതിനെ ദൈവാത്മാ കേൾപ്പിക്കും. അതിനകത്തേക്ക് ദൈവം വെള്ളം ഒഴിക്കും. അതിനകത്തേക്ക് ദൈവം അനുകൂലമായി കാലവർഷം കൊടുക്കും. എന്നിട്ട് ആ തായ് വേര് നഷ്ടപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വേരിനെ വെള്ളം കൊണ്ട് കിളിപ്പിച്ചു കൊണ്ടുപോകും. കാട്ടുമൃഗം കൈകൊണ്ടി, അത് പന്നിയും കൈകൊണ്ടി ഞങ്ങളുടെ പ്ലാൻ ക്ഷണിച്ചു എന്ന് നാട്ടുകാരും വീട്ടുകാരും മൊത്തം കൈകൊണ്ട് ചിരിച്ചു. പക്ഷെ ഇപ്പൊ നോക്കൂ, അവരെ പ്രതീക്ഷയിൽ മങ്ങിപ്പോയ സ്ഥാനത്ത്, അവരെ പ്രതീക്ഷ അന്യപ്പെട്ടുപോയ സ്ഥാനത്ത് ഇതോ അതിശക്തിയോടുകൂടെ ഈ 100 രൂപ കരമടിച്ച് ദൈവത്തിൽ സ്തോത്രം ചെയ്യണം. ഈ 100 രൂപ അന്യഭാഷ പറയാൻ ആരംഭിക്കണം. ഈ 100 രൂപ നന്ദി പറയണം. അത് എല്ലാവരുടെ പ്രതീക്ഷ അന്യപ്പെട്ടുപോയപ്പോൾ കാട്ടുമൃഗങ്ങൾ കൊട്ടിക്കളഞ്ഞു വെട്ടി അവൻ നാല് കാട്ടുമൃഗം കൊണ്ടുപോയി തിരിഞ്ഞിറങ്ങുന്നു. അവൻ വയലിലെ പ്രിയങ്ങൾ അടിച്ചു കളഞ്ഞു. അവൻ കാട്ടുമൃഗം പൊളിച്ചു കളഞ്ഞു. പക്ഷെ ഇതിലാ ലോകമാണ് എല്ലാവരും പ്രതീക്ഷ കൊണ്ടുപോകുമ്പോൾ ഇത് അതിന്റെ വേറെ
നിന്ന് ഒരു ഫലം പൊങ്ങി വരികയാണ്. നീ പെന്തിക്കോസ് പോയിട്ട് എന്തായി? രാത്രി പകല് കിടന്ന് ഉപവാസവും പ്രാർത്ഥനയും അന്യഭാഷയും ലോറിയും ബ്ലഡും ജയവും ഒക്കെ പറഞ്ഞതല്ലോ. നിന്റെ കാര്യം നടക്കുന്നുണ്ടോ? നിന്റെ കാര്യം നടക്കുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഉരുൾപൊട്ടിയ അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ താൻ കടന്നു വന്ന് പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ ഹൃദയത്തെ അല്പം ഒന്ന് പിടിച്ചു കുലുക്കി. എനിക്കൊരു ചിന്തയും എൻ്റെ അകത്തേക്ക് ഇപ്പോൾ വന്നു കയറി. ശ്രദ്ധ അദ്ദേഹം പറഞ്ഞ വാക്കാകുന്നു, അവന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്കൂൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു. എന്താ? അവൻ പരിസരം വൃത്തിയാക്കുവാനും അതിന്റെ ആ ഭംഗിയെ നിലനിർത്താനും ഈ പ്രിൻസിപ്പൽ രാവിലെ 7 മണിക്ക് സ്കൂളിൽ വരും. എല്ലാവരും രാത്രി 7 മണിക്ക് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം വൃത്തിയാക്കി കുഞ്ഞുങ്ങളെ കൊണ്ട് ആ പുഴവൊക്കെ തിരുത്തി അവരെ പഠിപ്പിച്ച് പ്രകൃതിയുടേതായ രമണീയമായ കാര്യങ്ങളൊക്കെ ആസ്വദിപ്പിച്ച് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ നിങ്ങൾ ഭാഗ്യമുള്ള കുഞ്ഞുങ്ങളാണ് ഈ സ്കൂളിൽ പഠിക്കാൻ. നമുക്ക് ഇത്രയും നാച്ചുറൽ സിസ്റ്റം തന്ന് നമ്മെ പഠിപ്പിക്കാൻ തക്കവണ്ണം, നിങ്ങൾക്ക് പഠിക്കാൻ തക്കവണ്ണം, നല്ല ഫ്രഷായി പഠിക്കാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അധികം മനോഹരത്തെ കൊടുത്തത് കൊണ്ടായിരിക്കാം ഞാൻ അധികം ദുഃഖിക്കേണ്ടി വന്നു. വേറൊരു ചിന്ത വന്നു, ഞങ്ങളുടെ ആത്മാർത്ഥതയായിരിക്കാം ഞങ്ങൾ പണി കിട്ടിയത്. ഞാൻ ചിന്തി ശരിയാണ്. എവിടെയൊക്കെ നമ്മൾ ആത്മാർത്ഥതയുണ്ടിരിക്കുന്നുവോ അവിടെ നമുക്ക് എന്ത് കിട്ടും? വേദനിക്കുന്ന ശബ്ദമേ കിട്ടും. എനിക്ക് അതിനിപ്പോൾ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ആ ചോദ്യത്തിന് ആ ചോദ്യം തന്നെയാണ്, അത് ചിന്ത തന്നെയാണ്. അത് കിടക്കട്ടെ. ഞാൻ പിന്നെ ഒരു സുപ്രഭാതത്തിൽ അതിന് മറുപടി നിയോഗം ഉള്ളപ്പോൾ ഞാൻ പറയാം. ഞാൻ ഓർത്ത കാര്യം, ചിലതിന് മറുപടി കിട്ടുമോ? ചില ചോദ്യത്തിന് മറുപടി കിട്ടുമോ? കിട്ടത്തില്ല. ഈ ചില ചോദ്യത്തിന് മറുപടി കിട്ടാൻ സാധ്യതകളാണ്. ഈ ചില ചോദ്യം അജ്ഞാതമാണ്, ആ മറുപടി അജ്ഞാതമാണ്. പക്ഷെ ഇതിനെല്ലാം പോകും മാത്രം മറുപടി കിട്ടുകയുള്ളൂ. അതുവരെയും ദൈവഗീതം എന്തെന്ന് നമുക്കറിയത്തില്ല. ഇതില്ലാതെ ദൈവങ്ങളുടെ ആത്മാവിൽ പറയാ, ചില മേഖലകൾ നമുക്ക് ചില ചോദ്യങ്ങളാണ് അത് അവിശേഷിപ്പിച്ചിട്ട് പോയത്. എങ്കിലും തിരുഗീതം നമുക്ക് തിരിച്ചറിയാൻ തോന്നാം. ഇപ്പോ കാട്ടുമൃഗം പറയാണ് എന്റെ പദ്ധതി ജയിച്ചു. പിന്നെ കാട്ടുപന്നി പറയാതെ ഞാൻ പാസ്റ്ററെ പോയിട്ട് അതിന്റെ അടിവേര് പറപ്പിച്ചിട്ട് പോയി. ഇനി അവന്റെ അമ്മയുടെ ആയുസ് എന്തിയില്ല. അവനല്ലേ മലയാള ഭാഷ. അവൻ ജീവിതത്തിൽ എന്തിയില്ല, രക്ഷപ്പെടത്തില്ല. അവന്റെ ജീവിതം അതുപോലെ പോയി. എല്ലാവരും ഒരുപോലെ ഉച്ചസ്വരത്തെ പറഞ്ഞു. പക്ഷെ ഒരു സുപ്രഭാതമായപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഒരു ചേനയുടെ ചേന നട്ടിരിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് ഒരു കാച്ചിൽ വള്ളി ഇങ്ങനെ നല്ല പുഷ്ടിയോടെ പറന്നു പോകുന്നത് കണ്ടു. ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ പഠിച്ച അധ്യാപകനാണ് സാറേ, അദ്ദേഹത്തിന്റെ മോടെ വിഷയം പ്രാർത്ഥിക്കാണ് സാറേ. ദൈവം പറയുന്നത് ഇപ്പോഴത്തെ വിട്, അത് ചോദിച്ചതാണ്. ഇനി വരാൻ പോകുന്നൊരു വള്ളിയുണ്ട്, അത് കാച്ചിൽ വള്ളി, അത് ഇങ്ങനെ പുഷ്ടിയോടെ. അപ്പൊ ഇപ്പോഴത്തെ കാര്യങ്ങൾ വിട്. രണ്ടാമത്തതാണ് പടർന്നു പോകുന്നത്. സഭയോട് കുടുംബത്തോ തലമുറ നോക്കി പറയാ, നമ്മ ഇപ്പോൾ അനുഭവിക്കുന്ന ചില ചോദിച്ചോ വേദനയായിരിക്കാം. പക്ഷെ പിന്നീട് വരാമത് വള്ളിയുണ്ടല്ലോ, അത് പടർന്ന് പതറിക്കുക. ഒരു സെക്കൻഡ് രണ്ടാമത്തെ വാഴ്ചയാണ്. അവകാശത്തിന്റെ കൈമടിച്ചു കാണുന്നത് പറയാമോ? ദൈവവിശ്വസനാണ്. ദൈവാലയം കടക്കാനല്ല, അവകാശങ്ങളിലേക്ക് നമുക്ക് ദൈവാത്മ പ്രവേശിപ്പിക്കുന്നു. ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമുക്ക് രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണം പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും വിഷയം നമ്മൾ ഇന്ന് രാവിലെ നിലനിൽക്കുന്നുവെങ്കിൽ ഈ ആഴ്ച നമുക്ക് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തിന്റെ ഹിതം എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണം. പറഞ്ഞതാണ് ദൈവഹിതം എന്നെ അറിയിക്കണം. അത് പാസ്റ്ററോട് ചോദിക്കരുത്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. പോയിരുന്ന് എന്ത് ചെയ്യണം? സരി പറഞ്ഞത്, കർത്താവേ ബൈബിൾ പ്ലാൻ, കർത്താവേ അങ്ങയുടെ പദ്ധതി എന്താണ്? ഈ വിഷയത്തിൽ അങ്ങയുടെ പദ്ധതി എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം അക്കമിട്ട് ബോധ്യപ്പെടുത്തി, ഇന്ന
ഇങ്ങനെയാണ് എന്റെ പദ്ധതി. നീ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നീ ലജ്ജിക്കാത്തവരെങ്കിൽ മാനിക്കുന്നൊരു അവകാശം ഒരു രണ്ടാമത്തെ നേട്ടമായി വെളിപ്പെട്ടു വരും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ മേഖല. അവിടെ നിങ്ങൾ പറയണം, ഇന്ന് വീണ്ടും പോയി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്താണ് നിന്മേനി പറയുന്നത്? രണ്ടാമത്തെ വാക്യം 80 രണ്ടാമത്തെ വാക്യം കാണാതെ പറയാമോ? എഫ്രൈമും ബെന്യാമിനും മനശ്ശെയും കാർക്കെ എന്റെ വീര്യം മുതൽ നിർത്തി അപ്പൊ ഇതിന് പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, എനിക്കിപ്പോ മനസ്സിലായി എന്റെ കൂട്ടത്തിൽ ആരുണ്ട്? എഫ്രൈമിനുണ്ട്, ബെന്യാമിനുണ്ട്. അപ്പൊ ഈ 3 പേർക്ക് 3 ക്യാരക്ടറാണ്. അതിപ്പോ ഞാൻ എടുക്കുന്നില്ല, കാര്യം എന്റെ മെസ്സേജ് തീർക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം. അപ്പൊ അതിന് നടുവിൽ അപ്പോൾ ചിലപ്പോൾ അവർ ആരായിരിക്കാം? ഏതെങ്കിലും കാട്ടുപന്നി ആയിരിക്കാം, ഏതെങ്കിലും കാട്ടുമൃഗമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയുക എന്ന് പറഞ്ഞ ഇവരുടെ പ്ലാൻ എന്തായിരിക്കും? തായ് പേരിനെ നശിപ്പിക്കുന്ന പ്ലാൻ ആയിരിക്കാം. പക്ഷെ അതിന്റെ നടുവിൽ നമുക്ക് എന്ത് ബോധ്യപ്പെടേണ്ടി വരണം? കർത്താവ്, നീ നട്ട തയ്യെ നീ വളർത്തും. എന്റെ കുഞ്ഞിനെ നീയാണ് നട്ടുവെങ്കിൽ, എന്റെ കുടുംബത്തെ നീയാണ് നട്ടുവെങ്കിൽ, എന്റെ സഭയെ നീയെ നട്ടുവെങ്കിൽ, നീ നട്ട തയ്യെ അവൻ കാട്ടുമൃഗമോ പന്നിക്കൂട്ടമോ മാറ്റി ദൂരെ കളഞ്ഞാലും ഒരു സുപ്രഭാതത്തിൽ അത് ഏറിയ ശക്തിയോടെ വന്ന് പന്തലിച്ചു വരുമ്പോൾ അന്നേക്ക് മോക്ഷമുണ്ടാകും. അന്നത്തെ യുദ്ധത്തിലേക്ക് വേണ്ടിയായിരുന്നു ചിന്ത വരും. അതുവരെ സന്തോഷിക്കുമായിട്ടവര് സ്വന്തം നന്നായി സ്വന്തം കർത്താവ് കൊടുക്കുക. രണ്ടാമത്തെ വാക്യം കൊലോസ്യർ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. കൊലോസ്യർ 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച 2:12 വായിച്ച. നിങ്ങൾ അവരോട് കൂടെ അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവരോട് കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിന്റെ മരിച്ചവരാണ് നിങ്ങളെ അവൻ അവരോട് കൂടെ ജീവിപ്പിച്ചു. നാലാമത്തെ അപ്പോസ്തലർ 4:12 വായിച്ചാമോ? അപ്പോസ്തലർ 4:12 വായിച്ചു. സോറി, അല്ല, കൊലോസ്യരാണല്ലോ പറഞ്ഞത്. കൊലോസ്യർ 4:12 ആണല്ലോ. ഒന്നുകൂടി വായിച്ച ദേശം 4:12 വാക്യം. നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ. അതെ, 4:12 അല്ലേ? മാറിപ്പോയ റെഫറൻസ് പ്ലീസ് ഒന്ന് കേട്ടിട്ടേ പറയാമോ? കാര്യം നമ്മളിങ്ങനെ ഉള്ളേ നിൽക്കുകയാണ്. കുഞ്ഞു വായിച്ചോ, കൂടുതൽ വായിച്ചു. നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാണ്. ഇന്ന് രാവിലെ നമ്മൾ പോകണം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. ഇത് രാവിലെ ഈ നിശ്ചയം, ദൈവഹിതത്തിന്റെ നിശ്ചയം അനുഭവിച്ചവർക്ക് കൊടുങ്കാറ്റോ പെരുങ്കാറ്റോ ഈശ്വരമൂലമോ മന്ദമതിയോ എന്തെല്ലാം ശക്തിയെ പ്രോബ്ലംസ് കാണിച്ചാലും ദൈവഹിതം അനുസരിച്ചിരിക്കുന്നവർക്ക് നിശ്ചയമുണ്ട്. അവർ ഉലയുവാൻ അലയുവാൻ സ്വർഗ്ഗം സമ്മതിക്കത്തില്ലെന്ന്. അപ്പൊ ഇന്ന് രാവിലെ നമ്മളെ പുതുവെന്നാണ് ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിച്ചു. അപ്പൊ പിശാചി വന്ന് ചൊറഞ്ഞു പറയാണെടാ, നീ പെന്തക്കോസ്ത് പോയിട്ട് എന്താ ഗുണം? നീ ചാരപ്പെട്ട് എന്ത് ഗുണം? നീ ഇത്രയും കിടന്ന് ഉപവസിച്ച് നിലകി പറയുന്നത് എന്ത് ഗുണം എന്ന് സാത്താൻ പറയുമ്പോൾ സാത്താൻ പറയുന്നത്, പിശാചി വിട്ടുപോ, ദൈവഹിതം എന്തെന്ന് എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പ്ലാൻ എനിക്കറിയാം. എന്റെ കുടുംബത്തെ കുറിച്ചുള്ള പ്ലാൻ എനിക്കറിയാം. എന്റെ സഭയെ കുറിച്ച് പ്ലാൻ എനിക്കറിയാം. എന്റെ വരുമാനവും പ്ലാൻ എനിക്കറിയാം. കാലമടിച്ചൊന്ന് പറഞ്ഞാട്ട് എന്റെ തലമുറയെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് പ്ലാൻ എനിക്കറിയാം. ആ പ്ലാൻ നിറവേറുന്നതിന് വരെ ഞാൻ അല്പം ഒന്ന് ത്യാഗം ചെയ്യണം, അല്പം ദുഃഖം ചെയ്യണം, അല്പം ദൈവം. പക്ഷേ ദൈവഹിതമില്ലെന്ന് ഞാൻ പൂർണ്ണമായി സ്വന്തം ചെയ്യാമോ? നമുക്ക് വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച്, ഈ 1 ദിനവൃത്താന്ത പുസ്തകം 29 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 1 ദിനവൃത്താന്ത 29 വാക്യം വായിച്ചോ. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൻ ശലോമൻ ചെറുപ്പവും. അടുത്ത വാക്യം, ദൈവഹിതം ആരറിഞ്ഞു? മകനെ കുറിച്ചോ മകളെ കുറിച്ചോ ദൈവഹിതം ആരറിഞ്ഞു? അപ്പനറിഞ്ഞു. കേട്ടോ, ശ്രദ്ധിച്ചേ, അപ്പനറിഞ്ഞു. അപ്പൻ ദൈവഹിതം അറിഞ്ഞപ്പോൾ
ആ അപ്പൻ ദൈവഹിതം അനുസരിച്ച് പരസ്യമായി പറയുന്നു, നിങ്ങൾക്ക് എന്റെ മകനെ കുറിച്ച് തെറ്റായ ധാരണ കാണാം, എന്റെ മകളെ കുറിച്ച് തെറ്റായ ധാരണ കാണാം, എന്റെ കുടുംബത്തെ കുറിച്ച് തെറ്റായ ധാരണ കാണാം, സഭയെ കുറിച്ച് തെറ്റായ ധാരണ കാണാം. അവൻ നിങ്ങൾക്ക് എന്റെ കുടുംബത്തെ കുഞ്ഞിനെ കുറിച്ച് തെറ്റായ ധാരണ കാണാം. പക്ഷെ എന്റെ തലമുറയെ കുറിച്ചുള്ള ദൈവഹിതം ഞാൻ നിശ്ചയമായി അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അതേ നിറവേറ്റുള്ളൂ. ഇന്ന് ഞാൻ ഏതെങ്കിലും സത്യത്തിന്റെ സംഘത്തോടെയാണ് സഭാരണിക്ക് ഈ 8-ാം മാസത്തിന് ആ നാട്ടില് സഭ വന്നിട്ടുണ്ടെങ്കിൽ ദൈവഹിതത്താൽ സംഭവപ്പെടുക. എന്റെ